ഒരു വൃതാവായി പറഞ്ഞതല്ല, ഒരു തോന്നലല്ല. ദൈവം ചിലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കൊണ്ടുവരാൻ എന്റെ ദൈവത്തിനറിയാം. ഞാൻ ആത്മാർത്ഥമായി പറയാ, വാക്കു മാറാത്തവൻ നിന്റെ വാപ്പാമുണ്ട്, അവൻ പുനരുത്ഥാനമാ. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 8-ാമത്തെ അധ്യായം 49-50 വാക്യങ്ങളൊന്ന് വേഗത്തിൽ വായിക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാമത്തെ അധ്യായം അതിന്റെ 49-50 വാക്യങ്ങളൊന്ന് വേഗത്തിൽ വായിച്ചാട്ടെ. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ പ്രയാസപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞു. യേശു അത് കേട്ടാറെ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇതിനകത്തായിരിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയ വ്യക്തി ജീവിതമേ, നിന്നെ നോക്കിയിട്ട് കർത്താവിന് പറയാൻ ഒരേ ഒരു വാക്യേ ഉള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ താല്പര്യമുണ്ടോ? വിടുതൽ പ്രാപിപ്പാൻ താല്പര്യമുണ്ടോ? ആയിരിക്കുന്ന ഈ അവസ്ഥകൾക്കകത്തുനിന്ന് ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ഇന്നത്തെ സാഹചര്യങ്ങളെ നോക്കി ഭയപ്പെടേണ്ട, മനുഷ്യന്റെ വാക്കുകളെ നോക്കി ഭയപ്പെടേണ്ട, മനുഷ്യന്റെ ചിന്തകളെ നോക്കി ഭയപ്പെടേണ്ട, മനുഷ്യൻ നിന്നെ നോക്കി എന്തു പറയുന്നു എന്ന് ചിന്തിച്ച് ഭയപ്പെടേണ്ട, എന്ന് ചിന്തിച്ച് ആകുലപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലേക്ക് കൈമാറുവാൻ ദൈവത്തിന് ഒരേ ഒരു ദൂതേ ഉള്ളൂ. വിശ്വസിക്കുക. രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? ആയിരിക്കുന്ന അവസ്ഥയ്ക്കകത്തുനിന്ന് വ്യത്യാസം വരണമെന്ന് ആഗ്രഹമുണ്ടോ? ആയിരിക്കുന്ന അവസ്ഥയ്ക്കകത്തുനിന്ന് മാറ്റം വരണം എന്ന് ആഗ്രഹമുണ്ടോ? വിടുതൽ പ്രാപിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? ഉയർച്ച പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? പിന്തുടർന്നു വരുന്ന ഹല്ലേലൂയ തകർച്ചകൾ മാറിപ്പോകണമെന്ന് ആഗ്രഹമുണ്ടോ? ഹല്ലേലൂയ വിരോധമായി വാദിച്ചു നിൽക്കുന്ന മണ്ഡലങ്ങൾ മാറണമെന്ന് ആഗ്രഹമുണ്ടോ? ഒന്ന് മാത്രം ചെയ്യുക, വിശ്വസിക്കുക. ഹല്ലേലൂയ. വിശ്വസിക്കുക. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ നിസ്സാര കാര്യമല്ല വിശ്വസിക്കുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. കാര്യം എന്തെന്നറിയാമോ? സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോ വിശ്വസിക്കുക അസാധ്യമാണ്. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ ഹല്ലേലൂയ തിരമാല പ്രതികൂലമായി വരുമ്പോ, അവസ്ഥകൾ പ്രതികൂലമായി വരുമ്പോ, മുൻപിൽ കാണുന്ന വഴികളെല്ലാം അടഞ്ഞു പോകുമ്പോ അതിന്റെ നടുവിലും ഒരു വഴി തുറക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. പക്ഷെ ആ അസാധ്യതയുടെ മേഖലകളെ നോക്കിയും യേശുവിന് നിങ്ങളോട് പറയാൻ ഒരു വാക്കുണ്ട്. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും. ഇന്ന് ഞാൻ നിങ്ങളോട് ആ ദൂതിനെ കൈമാറുന്നു. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ നിന്റെ ജീവിതത്തിനകത്ത് നീ വിടുതൽ കാണുവാൻ പോകുന്നു. ഹല്ലേലൂയ. വിടുതൽ അനുഭവിക്കാൻ പോകുന്നു. വിടുതലിലൂടെ നടക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ലൂക്കോസിന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിനകത്ത് നമ്മൾ വായിച്ചു നോക്കിയാൽ യേശു കർത്താവിന്റെ അധികാരത്തെ, സകല മേഖലകൾക്കകത്തും യേശു കർത്താവിന് അധികാരമുണ്ട് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു അധ്യായമാണ് 8-ാമത്തെ അധ്യായം. ഹല്ലേലൂയ. ഇതിനകത്ത് ഹല്ലേലൂയ ഭൂതഗ്രസ്തനായ ഒരു മനുഷ്യനെ വിടുതലിലേക്ക് കർത്താവ് കൊണ്ടുവന്നതായി പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. വർഷങ്ങളായി സുബോധമില്ലാതെ ഹല്ലേലൂയ ഭൂതഗ്രസ്തനായി നാട്ടുകാർക്ക് വേണ്ട, വീട്ടുകാർക്ക് വേണ്ട, ഹല്ലേലൂയ തനിക്ക് തന്നെയും സ്വന്തമായി മുറിവേൽപ്പിച്ച് ഹല്ലേലൂയ അവണ്ണം ജീവിതം ഏറ്റവും ദയനീയമായ പരിതാപകരമായ അവസ്ഥയിലായിരുന്ന ഒരു മനുഷ്യൻ. ഹല്ലേലൂയ. ഇദ്ദേഹത്തെ വചനം പറയുന്നു ഭൂതഗ്രസ്തനായ മനുഷ്യൻ. ഹല്ലേലൂയ. യേശു ഈ മനുഷ്യനെ കണ്ടിട്ട് ഈ മനുഷ്യനെ തേടി വരിക. ഹല്ലേലൂയ. ഈ വരുന്ന വരവിൽ തന്നെ യാത്രയിൽ ശിഷ്യന്മാരുമായി തടാകത്തിന്റെ അക്കരെ കടക്കുവാൻ
ശിഷ്യന്മാരുമായി യേശു വരുമ്പോ ഹല്ലേലൂയ തടാകത്തിൽ ഹല്ലേലൂയ കാറ്റ് പ്രതികൂലമായി ഹല്ലേലൂയ വെള്ളം പടകിലേക്ക് കയറിയിട്ട് പടക് മുങ്ങുമാറായി ഹല്ലേലൂയ ശിഷ്യന്മാർ നിലവിളിക്കുക, കർത്താവേ ഹല്ലേലൂയ ഇത് വല്ലാത്തൊരവസ്ഥയാണ്. യേശു കർത്താവ് പടകിൽ ഉറങ്ങുകയാണെന്ന് വചനം പറയുന്നു. ഇത് വല്ലാത്തൊരവസ്ഥയാണ്, ഞങ്ങൾക്ക് ഇതിനകത്തൊന്ന് രക്ഷപ്പെടാൻ കഴിയത്തില്ല. ഹല്ലേലൂയ കർത്താവേ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ അങ്ങേക്ക് വിചാരമില്ലയോ? ഹല്ലേലൂയ യേശു എഴുന്നേറ്റു ഹല്ലേലൂയ വെള്ളത്തെ കാറ്റിനെ ശാസിച്ചു, വെള്ളത്തിന്റെ കോപത്തെ ശാസിച്ചു, അത് അടങ്ങി അവരുടെ യാത്ര സുഗമമായി തീർന്നു. യേശു ശിഷ്യന്മാരെ നോക്കിയിട്ട് അവരോട് തിരിച്ചൊരു ശാസന, നിങ്ങളുടെ വിശ്വാസം എവിടെ പോയി? ഹല്ലേലൂയ ഞാൻ പറയാം, ഈ മേഖലയ്ക്കകത്ത് ജീവിതത്തിന് വിരോധമായി പ്രതികൂലങ്ങൾ ഉയർന്നു വരുമ്പോ യേശു കർത്താവ് പറയുന്നു, വിശ്വാസമുണ്ടോ? തിരമാലയെ അടക്കുവാൻ നിങ്ങൾക്ക് കഴിയും. ഹല്ലേലൂയ കാറ്റ് പ്രതികൂലമായി വരുമ്പോ യേശു നിങ്ങളോട് പറയുന്നു, വിശ്വാസമുണ്ടോ? വിരോധമായി ഉയരുന്ന കാറ്റുകളെ ശാസിക്കുവാൻ, അതിനെ ജയിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. ഹല്ലേലൂയ ജീവിതത്തിന്റെ ഏത് മേഖലയ്ക്കകത്ത് നിങ്ങൾ പ്രതികൂലം കാണുന്നു, അതിനെ നോക്കി ഭയന്ന് നിലവിളിക്കാനല്ല, തകർന്നു പോകാനല്ല. ഹല്ലേലൂയ ഒന്ന് വിശ്വസിക്കാൻ തയ്യാറാകുക. കാറ്റ് എത്ര പ്രതികൂലമാണെങ്കിലും, യാത്ര എത്ര ദുഷ്കരമാണെങ്കിലും, എന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തങ്ങളിലേക്ക്, ഞാൻ ആശിക്കുന്ന വിടുതലിലേക്ക് കൊണ്ടെത്തിക്കുവാൻ എന്റെ കർത്താവ് ഇന്നും ജീവിക്കുന്ന ദൈവം. വിശ്വസിക്കാൻ തയ്യാറുള്ളവർ ആ കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ കാറ്റ് പ്രതികൂലമായിരിക്കാം, നിങ്ങൾക്ക് സാഹചര്യം പ്രതികൂലമായിരിക്കാം, സാമ്പത്തിക വരുമാനം വരുന്നതിന് വഴിയൊന്നും കാണുന്നില്ലായിരിക്കാം. ഹല്ലേലൂയ സാഹചര്യം ഒന്നുമില്ലാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസിക്കാൻ തയ്യാറാണോ? നിന്നെ നോക്കിയിട്ട് ദൈവത്തിന് പറയാനെന്നുണ്ട്, നീ രക്ഷപ്പെടും. ഹല്ലേലൂയ ശിഷ്യന്മാരുടെ ശാസിക്കുക, നിങ്ങളുടെ വിശ്വാസം എവിടെ പോയി? ഹല്ലേലൂയ അത് കഴിഞ്ഞാണ് നേരെ ഭൂതഗ്രസ്തന്റെ അടുക്കൽ പോകുന്നേ. അല്ലെ ആ മനുഷ്യനിലിരുന്ന് ഭൂതത്തെ 6000-ഓളം വരുന്ന ലഗ്യോൻ എന്ന പേര് പറഞ്ഞ് അല്ലെ ഭൂതത്തെ യേശു കർത്താവിന്റെ ഒരൊറ്റ വാക്കുകൊണ്ട് ഹല്ലേലൂയ അല്ലെ ആ മനുഷ്യനെ സ്വതന്ത്രമാക്കിയിട്ട് ഭൂതങ്ങൾ വിട്ടുമാറുന്നു. ഹല്ലേലൂയ ഞാൻ പറയാം, അത് നമുക്ക് കാണാൻ പറ്റാത്ത മേഖലയാണ്. ഹല്ലേലൂയ ഒന്നാമത് കാറ്റ്, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അന്ധകാര വ്യാപാരം, അതിനെ കാണാനൊക്കത്തില്ല. യേശു കർത്താവിന് പറയാനൊന്നുണ്ടോ? വിശ്വസിക്കുന്നവനുണ്ടോ അതിന്മേൽ അധികാരമുണ്ട്. ഹല്ലേലൂയ ഭൂതഗ്രസ്തനെ നോക്കിയിട്ട് പറയും, അയ്യോ വൈദ്യന്മാരൊക്കെ നോക്കിയത്, ചങ്ങലക്കിട്ട് നോക്കിയത്, തന്നെ ഒതുക്കാൻ ഒരൊറ്റ മനുഷ്യനെ കൊണ്ട് കഴിയുന്നില്ല. യേശു കർത്താവ് പറയുന്നു, അതിന്മേലും വിശ്വസിക്കുന്നവൻ അധികാരമുണ്ട്. ഹല്ലേലൂയ അതിന്റെ തൊട്ടടുത്ത ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, 12 സംവത്സരമായി ഹല്ലേലൂയ രക്തസ്രാവം ബാധിച്ച ഒരു സ്ത്രീ. ഹല്ലേലൂയ ഈ സ്ത്രീ യേശുവിന്റെ അടുക്കൽ വരിക. ഹല്ലേലൂയ ഈ വരുന്ന യേശു കർത്താവ് ഒരു സ്ഥലത്തേക്ക് പോകുന്ന വഴിയിലാണ് ഈ രക്തസ്രാവക്കാരത്തിയായ സ്ത്രീയെ യേശു കണ്ടുമുട്ടുന്നത്. എങ്ങോട്ട് പോകുന്നു? ഈ യായിറോസ് എന്ന് പറയപ്പെടുന്ന ഒരു പള്ളിപ്രമാണിയുടെ ഭവനത്തിലേക്ക് പോവുക. എന്താ കാര്യം? യായിറോസ് വന്ന് യേശുവിനോട് പറഞ്ഞു, കർത്താവേ എൻ്റെ മകൾ ഹല്ലേലൂയ എനിക്ക് ഒരേ ഒരു മകളെ ഉള്ളൂ, ആണായിട്ടും പെണ്ണായിട്ടും ഒന്നേ ഉള്ളൂ. ഹല്ലേലൂയ എൻ്റെ മകൾ അത്യാസന്ന നിലയിൽ കിടക്കുക. ഹല്ലേലൂയ പള്ളിപ്രമാണിയാണ്, തൻ്റെ പ്രാഗൽഭ്യം വെച്ചുകൊണ്ടിരിക്കാതെ, തൻ്റെ സ്റ്റാറ്റസ് പിടിച്ചു നോക്കിക്കൊണ്ടിരിക്കാതെ അദ്ദേഹത്തിന് മനസ്സിലായി ഏകജാതയായ പുത്രിയാണ്, അവൾ നഷ്ടപ്പെടുമെന്നുള്ള അവസ്ഥ വന്നപ്പോ യേശുവിൻ്റെ അടുക്കലേക്ക് കയറി വന്നിട്ട് യേശുവിനോട് പറയുന്നു, കർത്താവേ അങ്ങൊന്ന് എൻ്റെ വീട് വരെ വരണം. ഹല്ലേലൂയ അങ്ങൊന്ന് വന്നാൽ എൻ്റെ മകൾ സൗഖ്യമാകും. ഹല്ലേലൂയ വിശ്വസിക്കാൻ തയ്യാറായ യായിറോസിന്റെ കൂടെ യേശു യാത്രയായി. ഹല്ലേലൂയ 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 ഇന്ന് പകൽക്കാലം ഞാൻ ഒരു കാര്യം പറയാം, ഏത് അവസ്ഥയിലും വിശ്വസിക്കാൻ തയ്യാറാണോ കർത്താവ് കൂടെ വരും. ഹല്ലേലൂയ കർത്താവ് കൂടെ വന്ന വിടുതലുവാ. ഹല്ലേലൂയ യായിറോസിന്റെ മകളുടെ വർത്തമാനം കേട്ട് യേശു പോകുക. യായിറോസിനോടൊപ്പം പോകുന്ന വഴിക്കാണ് 12 സംവത്സരമായ രക്തസ്രാവം പിടിച്ച ഒരു സ്ത്രീ ഹല്ലേലൂയ യേശുവിൻ്റെ ഹല്ലേലൂയ മുൻപിൽ യേശുവിനെ ഒന്ന് തൊടാൻ ആഗ്രഹിച്ചിട്ട് ഹല്ലേലൂയ പിന്നിലൂടെ വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടു. വചനം പറയുന്നു, ക്ഷണത്തിൽ അവൾ സൗഖ്യമായി. ഈ വിടുതൽ പ്രാപിക്കാൻ അവൾക്കൊരു കാരണമുണ്ടായിരുന്നു. ഹല്ലേലൂയ കാരണം വേറൊന്നും ആരായിരുന്നില്ല, അവൾക്കൊരു ഉറപ്പുണ്ടായിരുന്നു, ആ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടാൽ ഹല്ലേലൂയ ഞാൻ സൗഖ്യമാകും. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഞാൻ
ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ യേശുവിന്റെ അടുക്കൽ വിടുതലിന് വേണ്ടി വന്നിരിക്കുന്നവരായിരിക്കാം, ഹല്ലേലൂയ, പ്രാർത്ഥനയോടെ വന്നിരിക്കുന്നവരായിരിക്കാം. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അളവ് ഏത് വിധത്തിലായിരിക്കുന്നു? ഹല്ലേലൂയ. ചിലർ പറയും പാസ്റ്റർ വന്ന് കൈവച്ച് പ്രാർത്ഥിച്ചാലേ സംഭവിക്കത്തുള്ളൂ, ചിലർ പറയും ഉപവസിച്ചാലേ സംഭവിക്കത്തുള്ളൂ. നിങ്ങളുടെ വിശ്വാസം ഏത് വിധത്തില്? രക്തസ്രാവക്കാരി പറയുക, യേശു എന്റെ തലമേൽ കൈവയ്ക്കണ്ട, കാരണം ഞാൻ യേശുവിന്റെ അടുക്കൽ പോകുന്നതും കർത്താവേ എന്നെ സൗഖ്യമാക്കണമേ എന്ന് പറയുന്നതും നാട്ടുകാരി കേട്ടാൽ അവരെന്നെ ഓടിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പ്രത്യക്ഷത്തിൽ യേശുവിന്റെ അടുക്കൽ പോകാൻ എനിക്ക് ഒക്കത്തില്ല. ഞാൻ എന്തു ചെയ്യും? ഞാൻ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ, ഞാൻ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലൊന്ന് തൊടും, ഞാൻ സൗഖ്യമാകും. ഹല്ലേലൂയ. അവളുടെ വിശ്വാസം അതായിരുന്നത് കൊണ്ട് രക്തസ്രാവക്കാരി സൗഖ്യമായി. ഹല്ലേലൂയ. വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു, രക്തസ്രാവക്കാരി സൗഖ്യമായി. ഹല്ലേലൂയ. അടുത്താണ് യായിറോസിന്റെ വീട്ടിലേക്ക് യേശു പോകുന്നത്. ഈ ഒരൊറ്റ അധ്യായത്തിനകത്ത് ഈ സംഭവങ്ങളെല്ലാം ഹല്ലേലൂയ പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യം മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഹല്ലേലൂയ. അതിൽ ഹല്ലേലൂയ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് യായിറോസ് വരുന്നത്. ഹല്ലേലൂയ. ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയ വിവരം അറിഞ്ഞു. വരുന്ന വഴിക്ക് മകളുടെ വിഷയം പറഞ്ഞതിന് ശേഷം ഹല്ലേലൂയ രക്തസ്രാവക്കാരി വന്ന് സൗഖ്യമായതും യായിറോസ് അറിഞ്ഞു. പക്ഷേ ഹല്ലേലൂയ യായിറോസിന്റെ ഭവനത്തിലേക്ക് വീണ്ടും യാത്ര തുടരുമ്പോൾ ഭവനത്തിനകത്തൊന്നും ഒരു വ്യക്തി യായിറോസിന്റെ അടുക്കൽ വന്നിട്ട് യായിറോസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. യായിറോസേ, ഹല്ലേലൂയ, കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, കുഞ്ഞു മരിച്ചുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയാം, അതുവരെ വിശ്വസിച്ച യായിറോസിന്റെ വിശ്വാസത്തെ പിടിച്ചു കുലുക്കാൻ തക്കവണ്ണം, ഹല്ലേലൂയ, പിടിച്ചു കുലുക്കാൻ തക്കവണ്ണം ഉള്ള ഒരു വർത്തമാനമാണ് യായിറോസ് കേട്ടത്. ഇനി പ്രത്യാശയ്ക്ക് വകയില്ല, മകൾ മരിച്ചുപോയി. വൈദ്യന്മാർ വിധി എഴുതി, ഈ കുഞ്ഞിൽ നിന്ന് ഇവളുടെ ശ്വാസം നഷ്ടപ്പെട്ടു പോയി, ഇനി ഇവൾ ജീവിക്കത്തില്ല. ഹല്ലേലൂയ. ഇനി ഇവൾക്ക് സൗഖ്യം വരത്തില്ല, കാരണം ഇവൾ മരണത്തിന് മുൻപിൽ കീഴടങ്ങിപ്പോയി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ വ്യക്തി ജീവിതമേ, നമ്മുടെ ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളും ഹല്ലേലൂയ ഇതുപോലെ പലതിന്റെയും മുൻപിൽ തോറ്റു കൊടുത്തിട്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം നീ. ഹല്ലേലൂയ. ഓ, ആ കുഞ്ഞിനെ കുറിച്ച് പറയുന്നു, അവൾ മരണത്തിന്റെ മുൻപിൽ തോറ്റുപോയി. ഇനി യേശുവിനെ കൊണ്ട് യേശുവിനെ അസഹ്യപ്പെടുത്തണ്ട, വെറുതെ അങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന് ഗുരുവിന്റെ സമയം കൂടെ നഷ്ടപ്പെടുത്തണ്ട, അദ്ദേഹത്തെ അങ്ങ് വിട്ടേക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലപ്പോഴും നമ്മളും ഇങ്ങനെ പ്രാർത്ഥിച്ച് ചില വിഷയങ്ങൾക്കകത്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അസാധ്യമാകുന്ന നിലവാരത്തിലെത്തുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ചിന്ത എങ്ങനെയായിരിക്കുന്നു? എൻ്റെയും നിങ്ങളുടെയും ഹല്ലേലൂയ മനസ്സിനകത്തുള്ള അവസ്ഥ എങ്ങനെയായിരിക്കുന്നു? ഹല്ലേലൂയ. വിശ്വാസം നഷ്ടപ്പെട്ടവരായി നിലവിളിക്കാനല്ല കർത്താവ് എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്നേ. ഹല്ലേലൂയ. ഈ വാക്ക് യായിറോസ് കേട്ടതുപോലെ തന്നെ ആരും കേട്ടു, കൂടെയുണ്ട് യേശു കർത്താവും കേട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വാർത്ത ഹല്ലേലൂയ പല വ്യക്തികൾ കേൾക്കുന്നത് പല രീതിയിലായിരിക്കും. ഹല്ലേലൂയ. ഒരു വാർത്ത ഹല്ലേലൂയ പല വ്യക്തികളുടെ ഉള്ളിൽ ഹല്ലേലൂയ അവരുടെ വികാരങ്ങളെ അല്ലെങ്കിൽ അവരുടെ ചിന്തകളെ സ്വാധീനിക്കുന്നത് പല വിധത്തിലായിരിക്കും. ഹല്ലേലൂയ. വിശ്വാസമുള്ള വ്യക്തി കേട്ടാൽ പറയും, പ്രതികൂല സാഹചര്യമാണെങ്കിൽ അവർ പറയും വിഷമിക്കേണ്ട, ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയും. വിശ്വാസമില്ലാത്തവരാണ് അവിടെ കിടന്നു നിലവിളിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും ഏതു വിധത്തിലായിരിക്കുന്നു? സാധ്യതകളെല്ലാം അടഞ്ഞു പോകുമ്പോഴും സാഹചര്യങ്ങളെല്ലാം അടഞ്ഞു പോകുമ്പോഴും എന്നെയും നിങ്ങളെയും കർത്താവ് നോക്കുന്നുണ്ട്. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അളവ് ഏത് നിലവാരത്തിലായിരിക്കുന്നു? ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയ വിവരം അറിഞ്ഞു യായിറോസ്, വിശ്വാസം വർദ്ധിച്ചു വന്നു. രക്തസ്രാവക്കാരിയായ സ്ത്രീയെ രോഗസൗഖ്യം നൽകിയത് യായിറോസ് അറിഞ്ഞു. ഭയങ്കര സന്തോഷമായി, എന്റെ മകളും ഇപ്പോൾ സൗഖ്യമാകാൻ പോകുന്നു. കാരണം രക്തസ്രാവക്കാരിയായ സ്ത്രീയുടെ രോഗം 12 വർഷമായി ഇവളെ അലട്ടുന്നത്. ഹല്ലേലൂയ. ഇദ്ദേഹം വിചാരിക്കുക, ശരിയാ, എന്റെ മകൾക്കും 12 വയസ്സുണ്ട്, അവളും മരണത്തോട് മല്ലടിക്കുക, അങ്ങനാണെങ്കിൽ അവൾക്കും ഇന്ന് സൗഖ്യമാ.
ആ സമയത്താണ് തൻ്റെ പ്രതീക്ഷകളെ അസ്തമിപ്പിച്ചുകൊണ്ട് വാർത്തയെത്തിയത്, യായിറോസേ നിന്റെ മകൾ മരിച്ചുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യായിറോസ് കേട്ടതുപോലെ ഇതേ വാക്കുകൾ യേശു കർത്താവും കേൾക്കുക. യേശു കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. അല്ലെ, വചനം ഇങ്ങനെ പറയുന്നു, മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 36-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചു നോക്കിയാൽ ആ ഭാഗത്ത് നമ്മൾക്ക് ഇങ്ങനെ കാണുവാൻ കഴിയും, യേശു ആ വാക്ക് കാര്യമാക്കാതെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഈ ഭാഗത്ത് പറയുന്നു യേശു ആ വാക്ക് കേട്ടാറേ. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറയും, യേശു ആ വാക്ക് കേട്ടു, പക്ഷെ കാര്യമാക്കിയില്ല. ഹല്ലേലൂയ. നിങ്ങളും പലതും കേൾക്കും, പക്ഷെ കാര്യമാക്കരുത്. നിങ്ങളുടെ വിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിൽ, നിങ്ങളെ ദൈവസന്നിധിയിൽ നിന്ന് പിന്മാറ്റിക്കളയുന്ന രീതിയിൽ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് വിടുതൽ വരത്തില്ല എന്ന രീതിയിൽ പലതും നിങ്ങൾ കേൾക്കും, പലതും നിങ്ങൾ കാണും, പക്ഷേ അതിനെ വിശ്വസിക്കരുത്, അതിനെ കാര്യമാക്കരുത്. ഹല്ലേലൂയ. വിടുതലാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ അതിനെ കാര്യമാക്കരുത്. ഹല്ലേലൂയ. ലോകപ്രകാരം അല്ലെങ്കിൽ ഒരു അചഞ്ചലമായി നിൽക്കാനാണെങ്കിൽ ഓക്കെ, അങ്ങനെ. പക്ഷെ വിടുതൽ നിന്റെ ജീവിതത്തിനകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ലോകം പറയുന്ന വാക്കുകളെ കാര്യമാക്കരുത്. ഹല്ലേലൂയ. ലോകം പറയുന്ന വാക്കുകളെ ഗണ്യമാക്കരുത്. ഗണ്യമാക്കിയാൽ നിനക്ക് ആ വിടുതലിലേക്ക് കയറി വരാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. കാരണം യായിറോസിനെ നോക്കി യേശു പറയുന്നു, ആ വാക്കുകളെ കാര്യമാക്കാതെ യേശു യായിറോസിനോട് പറയും, യായിറോസേ അല്ലെ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഹല്ലേലൂയ. എന്നാൽ നിന്റെ മകൾ രക്ഷപ്പെടും. ഒന്ന് ചിന്തിച്ചേ, അല്ലെ യായിറോസ് ആരുടെ വാക്കുകൾക്കാണ് വില കൽപ്പിച്ചത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിച്ചത് കൊണ്ട് മാത്രമാണ് യേശുവിനെ ഭവനത്തിലേക്ക് കൊണ്ടുപോകാൻ യായിറോസ് തയ്യാറായത്. ഹല്ലേലൂയ. ലോകത്തിന്റെ വാക്ക് അല്ലെങ്കിൽ യായിറോസ് വില കൽപ്പിച്ചിരുന്നുവെങ്കിൽ യായിറോസ് പറയുമായിരുന്നു, ഇല്ല കർത്താവേ അങ്ങ് പൊക്കോ, ഹല്ലേലൂയ, എന്തായാലും കാര്യം കഴിഞ്ഞു, ഇനി ഒന്നുമില്ല, ഹല്ലേലൂയ എന്ന് പറഞ്ഞ് യേശുവിനെ പറഞ്ഞയക്കുമായിരുന്നു. പക്ഷേ യായിറോസ് പറയാ, കർത്താവേ ഞാൻ വിശ്വസിക്കാൻ തയ്യാറാ, ഇവരുടെ വാക്ക് ഞാൻ അവിശ്വസിക്കുക, അവർ പറഞ്ഞത് വാസ്തവമായിരിക്കാം, പക്ഷെ ഞാൻ വിശ്വസിക്കാൻ തയ്യാറാ. ഹല്ലേലൂയ. യേശു പറയാ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ നീ രക്ഷപ്പെടും. ഹല്ലേലൂയ. വിടുതൽ പ്രാപിക്കാൻ താല്പര്യമുണ്ടോ? ഡോക്ടർമാർ പറഞ്ഞ റിസൾട്ടിനെ നീ മറക്കണം. ഹല്ലേലൂയ. വിടുതൽ പ്രാപിക്കാൻ താല്പര്യമുണ്ടോ? കുടുംബക്കാർ പറഞ്ഞ നെഗറ്റീവായിട്ടുള്ള വാക്കുകളെ നീ മറക്കണം. ഹല്ലേലൂയ. വിടുതൽ പ്രാപിക്കാൻ താല്പര്യമുണ്ടോ? നിന്റെ ഹൃദയത്തിനകത്തുള്ള വിടുതൽ പ്രാപിക്കത്തില്ല എന്നുള്ള ചിന്തയെ നീ മറക്കണം. ഹല്ലേലൂയ. കാരണം യേശു പറയുന്നു, വിശ്വസിക്കാൻ തയ്യാറാണോ എന്നാൽ നിന്റെ മകൾ രക്ഷപ്പെടും. യേശു പറയുന്നു, വിശ്വസിക്കാൻ തയ്യാറാണോ എന്നാൽ നീ സൗഖ്യമാക്കും. യേശു പറയുന്നു, വിശ്വസിക്കാൻ തയ്യാറാണോ എന്നാൽ നീ ബാധ്യതയ്ക്കകത്ത് പുറത്തു വരും. യേശു പറയുന്നു, വിശ്വസിക്കാൻ തയ്യാറാണോ നിന്റെ അവസ്ഥകളെ മാറ്റുവാൻ തക്കവണ്ണം എന്റെ സാന്നിധ്യം നിനക്ക് വേണ്ടി ചലിക്കാൻ പോവുക. വിശ്വസിക്കുന്നവരെന്ന് കരങ്ങളെ തട്ടി കർത്താവിനെ സ്തുതിക്കുക. കർത്താവ് ഞാൻ വിശ്വസിക്കുക, ആ സാധ്യതകളുടെ നടുവിലും എനിക്ക് വേണ്ടി വഴികളെ തുറക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ കരമുണ്ടെന്ന്, ദൈവത്തിന്റെ ശക്തിയുണ്ടെന്ന് ഇന്ന് പകൽക്കാലം ഞാൻ വിശ്വസിക്കുന്നു. അസാധ്യതകളെ കാണുന്നത് മുഴുവനും, പക്ഷേ യായിറോസ് പറയും, ഞാൻ വിശ്വസിക്കും. കാരണം യേശു പറഞ്ഞ ഒരു വാക്ക്. എന്താ പറഞ്ഞേ? യായിറോസേ വിശ്വസിക്കുക. അല്ല, നീ കണ്ടത് മുഴുവൻ അസാധ്യതകളായിരിക്കാം, നീ കണ്ടത് മുഴുവൻ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ നീ വിശ്വസിക്കാൻ തയ്യാറാകുക, എന്നാൽ നിന്റെ മകൾ രക്ഷപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കാണുന്ന സാഹചര്യങ്ങളെ അവിശ്വസിച്ചിട്ട് കാണേണ്ട വിടുതലിനെ വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഹല്ലേലൂയ. എന്താ വിശ്വാസം? വിശ്വാസം വന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ഹല്ലേലൂയ. കണ്ടിട്ടില്ല, പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ കാണുന്ന സാഹചര്യം മുഴുവൻ പ്രതികൂലമാ, കാണുന്നത് മുഴുവൻ പ്രതികൂലത്തിന്റെ മണ്ഡലങ്ങള്. ആ മണ്ഡലങ്ങളെ അവിശ്വസിക്കാൻ പഠിക്ക്. കണ്ണിന്റെ മുൻപിൽ കാണുന്ന കാര്യങ്ങൾ അവിശ്വസിക്കുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാ. പക്ഷെ ഒരു കാര്യം പറയാം, കർത്താവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നീ താല്പര്യപ്പെടുന്നെങ്കിൽ ഇന്നത്തെ സാഹചര്യങ്ങളെ അവിശ്വസിച്ചിട്ട് വരാൻ പോകുന്ന നിങ്ങളുടെ ആശയെ വിശ്വസിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. യായിറോസിന്റെ വിശ്വാസം എങ്ങനായിരുന്നു എന്നറിയാമോ? ഹല്ലേലൂയ.
1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, റോമർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ഹല്ലേലൂയ. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. കാരണം എന്താ? അബ്രഹാമിന് നിങ്ങൾക്കറിയാം, വിശ്വാസം കൊണ്ട് വിടുതൽ പ്രാപിച്ച വ്യക്തി അബ്രഹാം. ഹല്ലേലൂയ. വിശ്വാസം കൊണ്ട്, ഹല്ലേലൂയ, വിശ്വാസം മാത്രമെന്ന ഒറ്റ കാര്യം കൊണ്ട് വിടുതൽ പ്രാപിച്ച മനുഷ്യൻ അബ്രഹാം. ഹല്ലേലൂയ. അദ്ദേഹത്തെ ദൈവം വിളിക്കുമ്പോൾ 75 വയസ്സായിരുന്നു. നീണ്ട 24 വർഷം അബ്രഹാം ദൈവത്തിന്റെ പിന്നാലെ നടന്നു. ഹല്ലേലൂയ. അപ്പോഴെല്ലാം ദൈവം പറയും, കുഞ്ഞ്, ഞാൻ നിനക്ക് ഒരു തലമുറയെ തരും, ഞാൻ നിന്നെ ഒരു ജാതിയാക്കും. ഹല്ലേലൂയ. ഇതെല്ലാം അബ്രഹാം വിശ്വസിക്കുക. ഹല്ലേലൂയ. എന്താ അബ്രഹാമെ അങ്ങ് എന്തുകൊണ്ടാ വിശ്വസിച്ചേ? എന്താ കാര്യം? അബ്രഹാം പറയും, ഹല്ലേലൂയ, എന്റെ ശരീരത്തെ നോക്കിയാൽ എനിക്കറിയാം ഇനി ഒരു തലമുറ ഉണ്ടാകത്തില്ല, കാരണം ഞാൻ വൃദ്ധനായി. ഭാര്യയായ സാറായെ നോക്കിയാൽ അബ്രഹാം പറയും, നോ, ഒരിക്കലും ഒരു തലമുറ ഉണ്ടാകത്തില്ല, കാരണം സാറായ്ക്ക് സ്ത്രീകൾക്കുള്ള പതിവ് നിന്നുപോയി. ഹല്ലേലൂയ. പക്ഷെ അപ്പോഴും അബ്രഹാം പറയും, പക്ഷേ ഞാൻ ഒന്നറിയുന്നു, സർവശക്തിയുള്ള ദൈവം എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ ആ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ദൈവം പറഞ്ഞ വാക്കിലുള്ള വിശ്വാസം. എന്ത് വിശ്വാസം? ദൈവത്തിന് എന്റെ ശരീരം നിർജീവമായി പോയെങ്കിലും, ഹല്ലേലൂയ, എന്റെ ശരീരം നിർജീവമായി പോയെങ്കിലും എന്റെ ദൈവത്തിന് എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയും. ഹല്ലേലൂയ. എന്റെ വിഷയത്തിനകത്ത് മറുപടി തരാൻ കഴിയും. എനിക്കൊരു തലമുറയെ തരുവാൻ ദൈവത്തിന് കഴിയും. അവരുടെ ശരീരത്തിന്റെ നിർജീവത്വം അവർ ഗ്രഹിച്ചിട്ടും, ഹല്ലേലൂയ, വചനം അങ്ങനെ പറയുന്നേ, അവരുടെ ശരീരത്തിന്റെ നിർജീവത്വം അവർ ഗ്രഹിച്ചിട്ടും ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. യായിറോസും അങ്ങനെ വിശ്വസിച്ചേ. ഹല്ലേലൂയ. ഈ കുഞ്ഞ് മരിച്ചുപോയി. ഹല്ലേലൂയ. സാധ്യതകൾ അവസാനിച്ചു പോയി. സൗഖ്യം പ്രാപിക്കുക എന്നുള്ള വിഷയത്തിന്മേലുള്ള സാധ്യത അവസാനിച്ചു പോയി. കാരണം കുഞ്ഞിന്റെ പ്രാണൻ കുഞ്ഞിൽ നിന്ന് വിട്ടുപോയി. പക്ഷെ എന്നാലും, ഹല്ലേലൂയ, യേശുവിന്റെ വാക്കിന് യായിറോസ് പറയുക, കർത്താവേ, എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറയാം, നിനക്ക് വിരോധമായി മരണത്തിന്റെ പാശങ്ങൾ വരുമ്പോൾ അതിനെ നോക്കിയിട്ട് പറയുവാൻ കഴിയുമോ? ഞാൻ വിശ്വസിക്കുന്നു. മരണത്തിന്റെ താഴ്വരയിൽ കൂടെ നടന്നാലും എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല, കാരണം എന്നെ വിടുവിപ്പാൻ കഴിവുള്ളവൻ, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കയ്യിലുള്ള കർത്താവ് എന്നോട് കൂടെയുണ്ട്, അതുകൊണ്ട് ഞാൻ ജീവിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ മെസ്സേജ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനു മുൻപ് ഞാൻ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ താല്പര്യപ്പെടുകയാണ്. പ്രത്യേകാൽ കേരളത്തിൽ തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു ടീമാണ് ഗലേദ് ഗോസ്പൽ മിഷൻ, അല്ലെങ്കിൽ GGM എന്ന പേരിൽ അറിയപ്പെടുന്ന ഞങ്ങളുടെ മിനിസ്ട്രി ഓർത്ത് എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ പല ജില്ലകളിലും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ, ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. അനേകർ അതിൽ സഹകരിക്കുന്നുണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ പറയുന്നൊരു കാര്യം, തിരുവനന്തപുരത്ത് വെള്ളനാടിന് സമീപത്ത് ഞങ്ങളുടെ ഒരു പ്രെയർ സെൻറ്റർ, GGMൻ്റെ ഒരു സാക്ഷ്യകൂടാരം സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിനകത്ത് ആരാധനയ്ക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു അനുഭവമാണ്. ജനത്തിനിരിപ്പാൻ കഴിയാതെ ഒത്തിരി ഞെരുക്കവും പ്രയാസത്വാൽ ഭാരപ്പെടുകയാണ്. ഓരോ സർവീസിലും 100 കണക്കിന് ആൾക്കാർ കടന്നു വരുന്നുണ്ട്. അകത്തിരിപ്പാൻ സാധിക്കാത്തത് കാരണം പലരും പുറത്തും റോഡിൻ്റെ സൈഡിൽ നിന്ന് ആരാധിക്കുന്നൊരു അനുഭവമാണ് ഞങ്ങളുടെ സെൻറ്ററിലുള്ളത്. കർത്തൃമേശയ്ക്ക് പോലും 100 കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്നത് കാരണം ഒരുമിച്ചിരുന്ന് ആരാധിക്കാൻ കഴിയാതെ അകത്തും പുറത്തും ഇരുന്നാണ് ജനം കർത്തൃമേശ പോലും സ്വീകരിക്കുന്നത്. ആയതിനാൽ നിങ്ങൾ ആ വിഷയം, അവസ്ഥ ആ ക്ലിപ്പിലൂടെ കാണുന്നു ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളൊരു പുതിയ സാക്ഷ്യകൂടാരം പണിയുവാൻ, ദൈവാലയത്തെ പണിയുവാൻ ഞങ്ങൾ ആഗ്രഹിച്ച് അതിൻ്റെ പണികൾ ആരംഭിച്ചു കഴിഞ്ഞു. എൻ്റെ പകുതി ഘട്ടം വരെ എത്തി നിൽക്കുന്നതേ ഉള്ളൂ. മേൽക്കൂര പോലും ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല. ഈ ദിവസങ്ങളിൽ ഡിസംബറിൽ അത് പൂർത്തീകരിച്ച് ഞങ്ങളുടെ ആരാധന പുതിയ സാക്ഷ്യകൂടാരത്തിലേക്കൊന്ന് ഷിഫ്റ്റ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇനി ഏകദേശം 10 ലക്ഷത്തോളം രൂപ ഞങ്ങൾക്കതിന് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ആലയത്തിൻ്റെ പണിക്ക് വേണ്ടി സഹായിപ്പാൻ കഴിയുമെങ്കിൽ ദയവായി അത് ഞങ്ങളെ അറിയിക്കുക. അല്ലെങ്കിൽ ഞങ്ങളുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങളത് അതിൽ
കൈമാറുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. മത്തായി സുവിശേഷം 19 അധ്യായം 28 പറയുന്ന വാക്ക്, എൻ്റെ നാമനിമിത്തം നിങ്ങൾ എന്തെങ്കിലും വിട്ടുകളഞ്ഞിട്ടുണ്ടെങ്കിൽ യേശുക്രിസ്തു പറയുന്നു, ഞാൻ അതിൻ്റെ പ്രതിഫലം 100 മടങ്ങ് ദൈവം മടക്കി നൽകും. ആ അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നല്ല തീരുമാനങ്ങൾ നിങ്ങൾ മനസ്സിലെടുക്കുക. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, നല്ല കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈ മെസ്സേജ് കണ്ടു കഴിഞ്ഞ എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കണം. അവർക്ക് ആവശ്യമായ എല്ലാം നന്മയും കർത്താവ് കൊടുക്കട്ടെ. ഈ വചനം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കട്ടെ. അതോടൊപ്പം തന്നെ കർത്താവെ, ഞങ്ങളുടെ ആലയത്തിൻ്റെ പണിക്ക് വേണ്ടി കർത്താവെ സഹായിപ്പാൻ തീരുമാനിച്ച വ്യക്തികളെ, കുടുംബങ്ങളെ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ മാനിക്കണം കർത്താവെ. അത് ചെയ്യുവാൻ ദൈവം അവരുടെ കരങ്ങൾക്ക് ധാരാളം നന്മകളെ, അനുഗ്രഹങ്ങളെ കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ കൃപ മക്കളോട് കൂടെ ഇരിക്കണം. എല്ലാവരും ഞാൻ ബ്ലസ് ചെയ്യുന്നു. രോഗങ്ങളിൽ, ക്ഷീണങ്ങളിൽ, ഭാരങ്ങളിൽ, പ്രയാസങ്ങളിൽ ഇരിക്കുന്നവരെ ദൈവം സൗഖ്യമാക്കട്ടെ. ബിസിനസ്സുകളിൽ തകർന്നിരിക്കുന്നവരെ ദൈവം വിടിവിക്കട്ടെ. പരാജയം അനുഭവിച്ചിരിക്കുന്നവരെ ദൈവം വിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ മഹത്വം മക്കളെ തൊടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് അത്ഭുതം ചെയ്യട്ടെ. എല്ലാവരെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വീണ്ടും കാണുവോളം രക്തവളപ്പിൽ കർത്താവ് സൂക്ഷിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ കേൾക്കണം നല്ല പിതാവേ. ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നല്ല തീരുമാനങ്ങൾ നിങ്ങൾ എടുത്തു എന്ന് വിശ്വസിക്കുന്നു. മനസ്സിൽ നിങ്ങൾ എടുത്തത് ആമേൻ, അത് ദൈവസന്നിധിയിൽ നിവർത്തിക്കുക. ഞങ്ങളുടെ ആലയപ്പണിക്കായി സഹായിക്കുക. അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഞങ്ങളെ അറിയിക്കുക. വാട്സാപ്പ് നമ്പറുണ്ട്, പ്രയർ ലൈൻ നമ്പറുണ്ട്, ഇമെയിൽ ഉണ്ട്. ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വീണ്ടും അടുത്ത എപ്പിസോഡ് കാണുന്നതുവരെ ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.